നിങ്ങൾ പട്ടിണി കിടക്കുന്നതിൽ പേടിയില്ല, നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രമില്ലാത്തതിൽ പേടിയില്ല. പിന്നെ ഞാൻ പേടിക്കുന്നതോ ദുനിയാവ് നിങ്ങൾക്ക് തുറന്നു തരുന്നതിനെ ഞാൻ പേടിച്ചു പോവുകയാ. മുമ്പുണ്ടായിരുന്ന തലമുറക്ക് ദുനിയാവ് തുറന്നു കൊടുത്തപ്പോ അതിനുവേണ്ടി അവർ മത്സരിച്ചില്ലേ? അവര് ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ, അവര് പണത്തിന് വേണ്ടി ഉമ്മാടെ കടുത്തറുത്തതുപോലെ, അവര് സ്വത്തിന് വേണ്ടി കൂടപ്പുറപ്പിനെ ഒറ്റിക്കൊടുത്തതുപോലെ, അവര് പണത്തിന് വേണ്ടി മോഹിച്ചപ്പോ പള്ളിയുടെ പൊതുമുതലാണെങ്കിൽ പോലും കൈയിട്ട് വാരിയിട്ട് കുടുംബം പുലർത്തിയതുപോലെ നിങ്ങളും മത്സരിക്കുന്നതിന് ഞാൻ പേടിച്ചു പോവാട്. പത്തുഹുലിക്കും അതുപോലെ നിങ്ങൾ മരിക്കും. കമാലക്കൊത്തു അവര് നശിച്ചു പോയതുപോലെ, അവര് മരിച്ചു പോയതുപോലെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞില്ലേ അള്ളാന്റെ ഖുർആനിന്റെ സൂറത്തുൽ ഖസസ് പരിശോധിച്ചാൽ ഹാറൂൻ എന്ന് പറയുന്ന പാതകം ചെയ്തു പോയ മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. അഹങ്കാരത്തിന്റെ ആൾരൂപമായി ഭൗതിക ലോകത്ത് ജീവിച്ചവനാ ഖാറൂൻ. അവസാനമാ ഖാറൂന് എന്താ സംഭവിച്ചു പോയത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوى. 700 ഒട്ടകം ചുമന്നാലും തീരാത്ത സ്വത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ജീവിച്ചുപോയ ഖാറൂനിന് അല്ലാഹു കൊടുത്തരെന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. ഈ ഭൂമിയുടെ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നു കൊടുത്തിട്ട് ഖാറൂനിന്റെ കോട്ടകൊത്തളത്ത് അല്ലാഹു എന്റെ പ്രിയമുള്ളവരെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുവന്നില്ലേ? ഇതാണ് മുൻഗാമികൾക്കുണ്ടായ നാശം നിനക്ക് വരുമെന്ന് പറഞ്ഞത്. ഗദ്ദാഫിയുടെ മരണം കേട്ടപ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞ ഒരു പാവപ്പെട്ടവനാ ഞാൻ. 40 കൊല്ലം ഒരു രാജ്യത്തിന്റെ ചെങ്കോല് കയ്യിലിരുന്നിട്ട്, 40 കൊല്ലം ഒരു രാജ്യത്തിന്റെ അധികാരം കയ്യിലിരുന്നിട്ട് പാവപ്പെട്ടവനെ ശ്രദ്ധിക്കാൻ നേരമില്ലാതെ, സാധുക്കൾക്ക് നേരെ കണ്ണു തുറക്കാൻ സമയമില്ലാതെ, കൂടെ അടിഞ്ഞാടുന്ന തോഴികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വാരി വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ ഗദ്ദാഫിയുടെ ഭരണത്തിന്റെ കീഴിൽ പട്ടിണി കൊണ്ട് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരെ കാണാ. ഗദ്ദാഫിക്ക് കഴിയാതെ പോയപ്പോ പ്രിയപ്പെട്ടവരെ അവസാനം ആ നാട്ടിലുള്ള പീറ ജനങ്ങൾ ഗദ്ദാഫിയുടെ നെഞ്ചത്ത് കയറി ചവിട്ടിയില്ലേ? എന്നെ ചവിട്ടല്ലേ, എന്നെ വെടിവെക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു എന്ന് പിടിച്ച നായയുടെ കരച്ചിലിനക്കാ ദയനീയമായ കണ്ണുനീരോട് ഈ ലോകത്തിൽ നിന്ന് ഗദ്ദാഫിയെ പറഞ്ഞു വിട്ടുപോരെങ്കിൽ അള്ളാന്റെ റസൂല് പറയാ, പഠിച്ചോ സമുദായമേ, ഏറ്റവും അധികം ഖുർആനിനെ ചവിട്ടിത്തേറ്റ ജപ്പാ, ഏറ്റവും അധികം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ജപ്പാ, ആ ജപ്പാനിൽ നിന്നിറങ്ങുന്ന ചെരുപ്പിൽ പോലും ഖുർആനിന്റെ ആയ പഠിച്ചിറക്കോ മനസ്സ് കാണിച്ച ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമില്ലേ? ഇന്നവിടെയും പട്ടിണി അല്ലാഹു കൊടുപ്പില്ലേ? ഒരു സുരാബിയിലൂടെ റഹ്മാനായ രാജാതിരാജരായ പടച്ചതമ്പുരാ എന്തോരു ഭയാനകരമാരാണ് ആ രാജ്യത്തിന് കൊടുത്തതിന്റെ പ്രിയപ്പെട്ടവര്. ഇതാണ് റസൂലുള്ള പറഞ്ഞത്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് ദുനിയാവിന്റെ അതിപ്രസരം കടന്നു വന്നപ്പോ അവര് പരസ്പരം മത്സരിച്ചതുപോലെ, അവരുമ്മാടെ കഴുപ്പറച്ചതുപോലെ, അവര് ഭാര്യയെ കൂട്ടിക്കൊടുത്തതുപോലെ, അവരെ മക്കളെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ, പണത്തിന് വേണ്ടി വാപ്പാടെ മയ്യത്ത് പോലെ പെട്രോളൊഴിച്ച് കത്തിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നതല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്നതല്ലേ ഞാനും നിങ്ങളും ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം? നമ്മുടെ നാട്ടിലും പണത്തിന് വേണ്ടിയിട്ട് മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് പോലും പണത്തിന്റെ മാനദണ്ഡം വെച്ചാണ്. അപ്പൊ സമ്പത്തിന്റെ വിഷയത്തിൽ മുമ്പ് കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഒരു മത്സരമുണ്ടായിരുന്നു. ആ മത്സരം നിങ്ങൾക്കുണ്ടാകുന്നതിന് ഞാൻ പേടിക്കാണ്. ഇന്ന് ആ മത്സരമല്ലേ നടക്കുന്നത്? സഹോദരിമാരൊക്കെ എപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. ഭർത്താക്കന്മാര് വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നാട്ടിൽ ഈ ഭർത്താവിന്റെ ഭാര്യ നാട്ടിലുള്ള സഹോദരിമാരോട് പറയുന്നത്, എന്റെ ഭർത്താവ് ഗൾഫിൽ വളരെ സെറ്റപ്പില, അറബിയുടെ തൊട്ട് അടുത്ത ആളാ, അടുത്തെന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കും എന്ന് പറയും. പാവപ്പെട്ടവൻ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി പട്ടിണി കിടന്ന് പൊട്ടിക്കരഞ്ഞ് ജനങ്ങളുടെ റൂമിലേക്ക് പോയി കൈനീട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തിനോടുള്ള താല്പര്യം നമ്മളെ മത്സര ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നതാ.
ഒരുപാട് അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാ. അതൊരിക്കലും വന്നു പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാബ, ഇതുപോലുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് പൊന്നാറ നബി തങ്ങൾ പറഞ്ഞു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയാ, മനിഷ്തറാ സൗബൻ ബിഅശറതി ദറാഹിമ, 10 ദിർഹം കൊടുത്ത്. നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട സമ്പത്തിന്റെ ഒരു അപകട വശമാണ് പറയുന്നത്, ശ്രദ്ധിച്ചു. സാമ്പത്തിക വിഷയത്തിലുള്ള അധർമ്മം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മരുന്നാണിത്. 10 ദിർഹമിന് പകരമായി നിങ്ങളൊരു വസ്ത്രം വാങ്ങിച്ചു. വഫീഹി ദിർഹമുൻ ഹറാം, 1 ദിർഹം അതിൽ ഹറാമാണ്. 1 ദിർഹം അതിൽ ഹറാമാണ്. ആ ഹറാമായ 1 ദിർഹം അതിനകത്തുണ്ട് എങ്കിൽ ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്തുൻ മാദാമ അലൈഹി. ആ ഹറാമായ ദിർഹം കൊണ്ട് വാങ്ങിയ വസ്ത്രം കൊണ്ട് നീ നിസ്കരിച്ചു പോയാ ലം യഖ്ബലുല്ലാഹ്, അല്ലാഹു നിന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഉണ്ടോ? ഹറാമായ 1 കാശ്, ഹലാലായ 9 കാശ്. 10 കാശ് കൊടുത്ത് വാങ്ങിയ വസ്ത്രം, ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. പെരുന്നാളിന് ജീൻസ് എടുക്കാൻ വേണ്ടി കടയിൽ ചെന്നു. 1500 രൂപയുടെ ജീൻസ് വില പറഞ്ഞ് 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 അവസാനം 700 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. 700 രൂപയ്ക്ക് ഉറപ്പിച്ച ജീൻസ് കൊണ്ടുവരുമ്പോ കടക്കാരൻ പറഞ്ഞു, നീക്ക മുടിഞ്ഞു പോത്തല്ലടാ, നടക്കണ് പെരുന്നാളായിട്ട്. ഇങ്ങനെ പറഞ്ഞ ഈ വസ്ത്രം കൊണ്ട് പെരുന്നാൾ പള്ളി വന്നു. അല്ലാഹു അക്ബർ, എത്തൂല, അതവിടെ എത്തൂല. അതെത്തണമെങ്കിൽ ആ വസ്ത്രം പൊരുത്തം വേണം പ്രിയപ്പെട്ടവരെ. എന്തിനേറെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ പോയാൽ കാല് ഉണക്കക്കാലാണെങ്കിലും 500ന്റെ ചെരുപ്പേ അങ്ങോട്ട് കയറോളൂ. അത് കൊടുത്തിട്ടുണ്ട് ഒറ്റ പോക്കാ തരാൻ പറ്റി. ആരുടെ കാലും കുഴപ്പമില്ല, പള്ളിയല്ലേ അള്ള തരണമല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും ചില മഹാന്മാർക്ക് ചെരുപ്പ് വായിക്കാനേ ജോലിയുള്ളൂ. അതുകൊണ്ട് പള്ളികളുടെ മുന്നിൽ ഏറ്റവും വലിയ ബിസിനസ് ചെരുപ്പ് ബിസിനസ്സായി മാറി. ഇത് നമ്മൾ ആലോചിക്കും, പൊരുത്തമില്ലാത്തൊരു ജീവിതത്തിലുണ്ടെങ്കിൽ വല്ലാത്ത അപകടം തന്നെയാണ്. ശരിക്കും നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും സഹോദരൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ചരിത്രം, ഒരു ചരിത്രം പറയാനുള്ള നേരമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം വരാൻ വേണ്ടി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഫാത്തിമയുടെയും ഖദീജയുടെയും റളിയല്ലാഹു തആല അൻഹുമാ, അലിയുടെയും അബൂബക്കറിന്റെയും റളിയല്ലാഹു തആല അൻഹുമാ, മനോഹരമായ ചരിത്രം പഠിച്ച് മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരിമാരെ, ഗ്ലോറിയയുടെയും സോഫിയുടെയും ചരിത്രം പഠിക്കുന്ന കഥയിൽ ഒരു ജീവിതത്തിലൂടെ കേരളത്തിന്റെ കണ്ണീരൊപ്പുന്ന കുടുംബജീവിതം ഇങ്ങനെ ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ട് പൊട്ടിക്കരയുമ്പോ അവരുടെ ജീവിതം പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കാൻ അല്ലാഹു തആല ലോകത്ത് പരീക്ഷണമായി തന്നുപോരാ. സമ്പത്തിന്റെ അതിപ്രസരം ഈ ദുനിയാവിൽ ഒരുപാട് അധർമ്മങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാ. സമ്പത്തിന്റെ ഏറ്റവും വലിയ അധർമ്മം ഈ ലോകത്ത് നടക്കുന്നത് പലിശയാ. പലിശക്കെതിരെ പ്രസംഗിക്കാൻ ഒരു പള്ളിയിലെ ഖത്തീബിന് ഇന്ന് കഴിയില്ല. കാരണം പ്രസംഗിച്ചാൽ ജുമഅ കഴിഞ്ഞ ഉടനെ കമ്മിറ്റിയിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറയും, പൊതുയോഗം ഉണ്ടായിരിക്കുന്നതാണ്, ആരും പോകരുത്. പൊതുയോഗത്തിനാ മൊയിലാരെ പിരിച്ചുവിടാൻ? അതാ കാരണം. എന്താ? പല പകൽമാന്യന്മാരും ഇതിന്റെ മെയിൻ ആൾക്കാർ. അവരെ കുറിച്ച് ഒന്നും പറയാൻ കഴിയൂല. റമദാനിലെ 30 ദിവസത്തെ കഞ്ഞി പോലും പള്ളിയിൽ കൊടുത്തത് ബ്ലൈഡ് കമ്പനിക്കാരാ. അതുകൊണ്ട് കമ്മിറ്റിക്കാർ മുസ്ലിയാരോട് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയാൻ പാടില്ല, നിസ്കാരം നോമ്പൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറയുക, സ്വലാത്ത് എത്തിപ്പിക്കുക, ദുആ ചെയ്യുക, റാഹത്തായിട്ട് പള്ളിക്ക് പൈസ പിടിച്ച് പോവാ. അല്ലെ പലിശ കള്ള് ഒന്നും പറയരുത്, അതൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞൊരു വെപ്പ. ഇത് കേട്ടിട്ട് താങ്ങി നിൽക്കേണ്ടി വന്നു പോകുന്നു പാവപ്പെട്ട 1600 രൂപ ശമ്പളം വാങ്ങുന്ന ഉസ്താദ്. തികയൂല, പാവം. ഒരിക്കലും കൂടാത്തത് ഉസ്താദുമാരുടെ ശമ്പളം ഒരിക്കലും കൂടൂല, അത് മാത്രം കുറയും. ഒരു പെരുന്നാളിന് 50 കൂട്ടിയാ അടുത്ത 4 പെരുന്നാൾ കഴിഞ്ഞ് 25 കൂടെ കൂട്ടും. പോരെ, ഏറ്റവും അധികം ശമ്പളം കുറയും മുഅദ്ദിമാർക്ക്. പാവം, അത്ര നല്ല ജോലിയാണ്, അത്ര നല്ല ജോലിയാണ്. ഏറ്റവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഒരു തിരക്കില്ലാത്ത മനുഷ്യനായിരുന്നുവെങ്കിൽ, വലിയ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ
എന്നും 5 നേരം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുഅദ്ദീനാകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഅദ്ദീനായിട്ട് ജോലിക്ക് പള്ളി വരുന്നവനെ ആദ്യം സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. സെക്രട്ടറി പറയും എന്നെ കണ്ടാ നടക്കൂല, പ്രസിഡന്റ് അവിടെ പോകും, നേരെ പ്രസിഡന്റ് അവിടെ പോകും. പ്രസിഡന്റ് പറയും എന്നെ കണ്ടാ നടക്കൂല, ഖജാൻജിയുടെ അവിടെ പോകും, ഖജനാവ് അവിടെ, അങ്ങനെ അവിടെ പോകും. അങ്ങനെ പോയി കറങ്ങി അവസാനം വരുമ്പോ 1200 രൂപ ശമ്പളം. അപ്പം അദ്ദേഹം പറയും സിമന്റിനൊക്കെ ഭയങ്കര വിലയാ, അനി നിങ്ങളവിടെ പൂശാൻ പറഞ്ഞില്ലല്ലോ, സിമന്റ് എടുത്ത് തേക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല വീട് പണി നടന്നുകൊണ്ടിരിക്കാൻ. അത് ശരി, 1300 രൂപ തരും. ഇനി 3 പെരുന്നാൾ കഴിഞ്ഞ കൂട്ടോളി, ഇനി മിണ്ടരുത്. പിന്നെ നടുവേദന ഉണ്ട്, അതുകൊണ്ട് കിടക്കാൻ ഒരു മെത്തനെ കേൾക്കൂ. ബാങ്ക് വിളിക്കുന്ന ആളെ എന്താണ് കൊടുക്കുക കിടക്കാൻ? റമദാൻ മാസത്തിൽ കുറെ പഴയ മുസല്ല എടുത്ത് താഴെ തെങ്ങിന്റെ മൂട്ടിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് മദ്രസയിലെ ഒടിഞ്ഞ 2 ബെഞ്ച് ചേർത്ത് വെച്ച് നെത്ത ആർക്കാ അതിൽ കിടക്കാം. ഖബറിന്റെ അടുത്ത് ചെറിയ ഓലപ്പുരക്കകത്ത് ഇതും പിടിച്ച് കിടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീന്മാരോട് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഇടം തരും, പക്ഷേ ഫിത്ന ഉണ്ടാക്കരുത്. ഇരിക്കണം മുസ്ലിയാർക്ക് പണിയരുത്. ബാങ്കൊക്കെ സെറ്റപ്പാണ്, പ്രതിഫലമൊക്കെ കിട്ടും, പക്ഷേ മൊയ്യാർക്ക് പണിയാണ്. നിങ്ങളെ കാര്യം നോക്കി ബാങ്ക് കൊടുത്ത് ജീവിച്ചോ, സുഖമായിട്ട് ആഖിറം രക്ഷപ്പെട്ടു. കാരണം ആ ജോലിക്ക് തുടക്കം കുറിച്ചതാരാ? വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. നബിയില്ല ലോകത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത്. വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. കറുത്തവനായ ബിലാലിനെ സയ്യിദെന്ന് വിളിപ്പിച്ച പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുമ്പിലേക്ക് മദീനയുടെ മുറ്റത്ത് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, നബിയേ എനിക്കിനി മദീനത്ത് ബാങ്ക് വിളിക്കാൻ കഴിയൂല നബിയേ, അങ്ങയുടെ റൗള ശരീഫിന്റെ മുമ്പിൽ നിന്ന് ഞാനങ്ങ് പോവാണ് നബിയേ. കറുത്ത ബിലാലിന്റെ വെളുത്ത മനസ്സിന് സ്വീകരണം തന്ന നബിയേ, യാ ബിലാൽ ഹാദിഹിൽ കഅബത്തിൽ ഉല്യാ. ബിലാലേ കയറു ബിലാല്, ഈ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാ എന്ന് പഠിപ്പിച്ച ഹബീബ്. വെളുത്ത ഉസ്മാനിനെ, വെളുത്ത സമ്പന്നനായ ഉസ്മാനിനെ മാറ്റി നിർത്തിയിട്ട് അതിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത നബിയേ, ജനങ്ങൾ എന്നെ സയ്യിദെന്ന് വിളിപ്പിച്ച നബിയേ, അങ്ങ് ഏൽപ്പിച്ച ജോലിയിലാ മദീനയുടെ മുറ്റത്ത് അങ്ങയുടെ പേര് പറയാ എനിക്കിനി കഴിയില്ലെന്ന് പറഞ്ഞ് ബാങ്കിലൂടെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോരാ പരിശുദ്ധ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടികളായി തലമുറക്കാരായി ബാങ്ക് വിളിക്കുന്നവരെ, നല്ല ജോലിയാണ്, നല്ല ജോലിയാണ്, നല്ല ഉദ്ദേശമാണെങ്കിൽ വിജയമാണ്. അവർക്ക് പോലും ഇന്ന് ശമ്പളമില്ലല്ലോ. ഏറ്റവും അധികം ആക്ഷേപിക്കുന്നത് അവരെയാണ്, ഏറ്റവും അധികം ആക്ഷേപിക്കുന്നത് അവരെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പാവപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് കള്ളവാറ്റുകാർ കാശ് കൊണ്ട് കൊടുക്കും. ഇമാമ് ചാർജ് എടുത്തതിന്റെ അന്ന് തന്നെ സാറേ വാരക്കണം ഒരു 5000 രൂപ ഉണ്ട്, എനിക്ക് ഇച്ചിരി വാറ്റ് ബിസിനസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ഈ കാശ് അതല്ല, ഇത് വാറ്റിയ ബിസിനസിന്റെ കാശല്ല, ഇത് ഊറ്റിയ ബിസിനസിന്റെ കാശ്.